CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇന്നത്തെ ഹൈക്കോടതി നിലപാടോടുകൂടി കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിരുന്നു ലാവ്ലിൻ കേസ് ഹൈക്കോടതിയിൽ റിവിഷൻ എടുക്കണം എന്ന ആവശ്യം കേരള ഗവൺമെൻറ് തന്നെ ഉന്നയിച്ചത്. ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ റിവ്യൂ ഹർജി നൽകിയിരുന്നത്. യഥാർത്ഥത്തിൽ നിയമവകുപ്പ് സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും ആഭ്യന്തര മന്ത്രിയും ഇങ്ങനൊരു റിവ്യൂ നടത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും ആഭ്യന്തര വകുപ്പിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വഴി നടത്തിയൊരു ഇടപെടലായിരുന്നു ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു പെറ്റീഷൻ വരാനിടയായത്. 2000-ന് ശേഷമുള്ള നിരവധി ഇതുപോലുള്ള കേസുകൾ ഹൈക്കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഈ കേസ് വേഗത്തിലെടുക്കണം എന്ന് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്ന സ്ഥിതി സ്വീകരിച്ചത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലാവ്ലിൻ കേസ് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഹൈക്കോടതിയെ ഉപയോഗിക്കാം എന്ന ദുഷ്ടലാക്കായിരുന്നു UDF സർക്കാരിന്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ആ വഴിവിട്ട ഇടപെടലിന് ആണിന്ന് ഹൈക്കോടതി നിരീക്ഷണം ഇന്ന് കടുത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഹൈക്കോടതി ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതിക്ക് നിരീക്ഷിക്കേണ്ടി വന്ന അവസ്ഥ ഇന്നുണ്ടായിരിക്കുകയാണ്. ഇത് കോടതിയെ ഇത്തരം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഹൈക്കോടതിക്ക് തോന്നിയതുകൊണ്ടാണ് ഇത്തരമൊരു നിരീക്ഷണം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഇതൊരു പ്രധാന വിഷയമാക്കി മാറ്റാമെന്നുള്ള ഉമ്മൻചാണ്ടിയുടെയും VM സുധീരൻ്റെയും നീക്കം ഇന്ന് തടയപ്പെട്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വഴിവിട്ട് ഹൈക്കോടതിയിൽ ഇത്തരമൊരു അപേക്ഷ നൽകിയ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആ സ്ഥാനം രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ലാത്തത് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് വഴി അദ്ദേഹം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി തൻ്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ അഭിഭാഷകനായിരുന്ന കാലത്ത് ഈ അഡ്വക്കേറ്റ് അസഫ് അലി ഈ ലാവ്ലിൻ കേസ് CBIക്ക് വിടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ച ഒരു അഭിഭാഷകനായിരുന്നു. ആ അഭിഭാഷകൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പദവി ദുരുപയോഗം ചെയ്യുകയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട്, നിയമവകുപ്പിൻ്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കാനിടയായത്. ഇതിൽ അദ്ദേഹം തന്നെ സ്വയം ഒരു തീരുമാനമെടുത്ത് ഞാൻ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എൻ്റെ പദവി ദുരുപയോഗിച്ചു, അത് തെറ്റായിപ്പോയി എന്ന് തുറന്നു പറഞ്ഞ് ആ സ്ഥാനം അദ്ദേഹം രാജിവെച്ച് പോകാനുള്ള മാന്യതയെങ്കിലും അഡ്വക്കേറ്റ് അസഫ് അലി കാണിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാൻ.
എന്താ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടോ? ശരി. ജുഡീഷ്യറിയെ ബാധിക്കുന്നു, മാനിക്കുന്നു. അത് ജുഡീഷ്യറിയെ മാനിക്കുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും ബാധകമായിട്ടുള്ളതല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി ജുഡീഷ്യറിയെ മാനിക്കും എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യമല്ലല്ലോ. ജുഡീഷ്യറിയെ മാനിക്കാനുള്ള ബാധ്യത എല്ലാ പൗരന്മാർക്കും ഉണ്ട്, അത് മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളതല്ല. ഇപ്പോൾ അദ്ദേഹം തിരിച്ചടിയേറ്റപ്പോൾ ഒരു പ്രസ്താവന ചെയ്ത് മാന്യനാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ തുടരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ നീക്കത്തിന് കോടതികളിൽ നിന്ന് തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പാം ഓയിൽ കേസിൽ തൃശ്ശൂർ വിജിലൻസ് ജഡ്ജിയുടെ നിരീക്ഷണം. പാം ഓയിൽ കേസിൽ അത് ധനകാര്യ വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് എന്നുള്ള വിധത്തിൽ നേരത്തെ വിജിലൻസ് ജഡ്ജി ഹനീഫ കണ്ടെത്തിയ അതേ നിഗമനം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ വിജിലൻസ് ജഡ്ജിയും കണ്ടെത്തിയിട്ടുള്ളത്. ആ കേസ് വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി പ്രതിലീഷിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അദ്ദേഹം ആ കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രിയായ കാലത്ത് 2005 ധൃതി കാണിച്ചത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ പാം ഓയിൽ കേസിൽ അദ്ദേഹം വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അഭിപ്രായമാണ് തൃശ്ശൂരിലെ വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രശ്നത്തിലും കോടതിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചടി നേരിടുമ്പോൾ അതെല്ലാം മാനിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് ആരാണ് എന്നുള്ളതൊക്കെ തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് കിടക്കുന്നത്. ഇപ്പോൾ ആരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് ഡൽഹിയിൽ വെച്ചിട്ടല്ല. ഇവിടുത്തെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമികമായ രൂപം തയ്യാറാക്കുക. അതിനുശേഷം മാത്രമാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല. അല്ല, അങ്ങനെയൊരു തർക്കം പാർട്ടിക്കകത്തിപ്പോൾ ഇല്ല. അത് പാർട്ടി ചർച്ച ചെയ്ത സന്ദർഭത്തിൽ മാത്രമേ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ചർച്ച പോലും നടക്കാത്ത സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായം പാർട്ടി ഉയർന്നു വരേണ്ട കാര്യം ഇപ്പോഴും പാർട്ടിക്കില്ല. ഈ മത്സരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. മത്സരിക്കേണ്ടത് ആര് എന്നൊക്കെ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ അത്തരം പേരുകളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ പാർട്ടിയുടെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ആ നേതാവിനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നൊരു സഖാവിനെ ഇത്തരമൊരു കേസിൽ ഉൾപ്പെടുത്തി വിവാദത്തിൽപ്പെടുത്തുക, അതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അതുവഴി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുക. UDF ഗവൺമെൻറ്റിനെ പോലെ തന്നെ നിരവധി അഴിമതി കേസിൽ UDF പെട്ടിരിക്കുകയാണ്, കുംഭകോണങ്ങളിൽ പെട്ടിരിക്കുകയാണ്. ഈ ബാർ കുംഭകോണം, സോളാർ കുംഭകോണം, ടൈറ്റാനിയം കുംഭകോണം, പാം ഓയിൽ കുംഭകോണം, +2 കുംഭകോണം. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ലാവ്ലിൻ ഒരു വിഷയമാക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലാവ്ലിൻ കേസ് ഹൈക്കോടതിയിൽ അത് വീണ്ടും ചർച്ചാ വിഷയമാക്കുക എന്നുള്ള തീരുമാനം അവർ കൈക്കൊണ്ടത്. അതുകൊണ്ട് അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക എന്നതാണ് ഞങ്ങളെടുത്ത തീരുമാനം. അപ്പോൾ നിയമപരമായി നേരിടാൻ കോടതിക്കകത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ കോടതിയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്.
പാർട്ടി പോളിറ്റ് ബ്യൂറോവിൻ്റെ ഭാഗമായി പല സബ് കമ്മിറ്റികളും ആലോചനകളും പോളിറ്റ് ബ്യൂറോയിൽ നടത്തേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായുള്ള ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അത് സംബന്ധിച്ച് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോവിന് വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. പാർട്ടി സെൻറ്ററിന് പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാലോചിക്കേണ്ടതായിട്ട് വരും, ചർച്ച നടത്തേണ്ടതായിട്ട് വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണ്. അതിൽ അസാധാരണമായി ഒന്നും തന്നെയില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഉടനെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ ആരംഭിക്കും. ഇലക്ഷൻ കമ്മീഷൻ എപ്പോൾ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചാൽ ആ ഇലക്ഷനിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. UDF-നകത്ത് എല്ലാ ഘടകകക്ഷികളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം UDF-ൻ്റെ കൂടെ കൂടിയ കക്ഷികളിൽ മുസ്ലിം ലീഗ് ഒഴികെ എല്ലാ കക്ഷികളിലും പിളർപ്പുണ്ടാക്കാൻ ഉമ്മൻചാണ്ടി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസിലും പിളർപ്പുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് മാണിയുടെ ബാർ കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് കേരള കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസ് ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള ചില തർക്കങ്ങൾ കേരള കോൺഗ്രസിൽ അന്ന് മുതൽ നടന്നു വരുന്നുണ്ട്. മാണിക്കെതിരായിട്ട് കേസുണ്ടാക്കിയത് അത് ഗൂഢാലോചനയാണ് എന്ന് കേരള കോൺഗ്രസിൽ അഭിപ്രായമുണ്ട്. ആ ഗൂഢാലോചനയിൽ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിലൊരു വിഭാഗം കേരള കോൺഗ്രസ്സുകാർ അസംതൃപ്തരാണ്. ആ അസംതൃപ്തരായ കേരള കോൺഗ്രസ്സുകാർ പലതരത്തിലും ആ അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ മറ്റൊരു രൂപത്തിൽ പുറത്തു വന്ന് കഴിഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും രൂപത്തിൽ പുറത്ത് വരുമോ എന്നുള്ളത് ഇപ്പോൾ ആർക്കും പറയാൻ കഴിയുന്നില്ല. ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല. അവരിപ്പോൾ എല്ലാം UDF-നകത്താണുള്ളത്. അവർക്കെല്ലാം ഇപ്പോൾ സീറ്റുകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണെന്നാണ് പത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ സീറ്റുകളെ സംബന്ധിച്ച് തീരുമാനം ആക്കാൻ അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാകാം. അപ്പോൾ ആ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള വാർത്ത അവർ തന്നെ കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിൽ പങ്കില്ല. കേരള കോൺഗ്രസിനകത്തുള്ള തർക്കം ഏത് വിധത്തിലാണ് പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പം ഞങ്ങളൊരു തീരുമാനവും അതിനെക്കുറിച്ച് എടുത്തിട്ടില്ല. ഏത് അങ്ങനെ ഏതെങ്കിലും ആളുകൾ ഇലക്ഷൻ്റെ തലേ ദിവസം വന്നതുകൊണ്ട് അത്തരക്കാരുമായി ചേർന്നൊക്കെ ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് സമീപനമെടുക്കുന്നവരുമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റൂ. ഒരു സീറ്റ് കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ വിയോജിച്ച് വരുന്നവരുമായിട്ട് മുന്നണി ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇടതുപക്ഷ മുന്നണിയുടെ സമീപനം. ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ UDF-നെ തോൽപ്പിക്കാൻ കഴിയും. അവരൊക്കെ സുരക്ഷിതരാണ്. അവർക്കൊന്നും ഇപ്പോൾ യാതൊരുവിധ ബേജാറുമില്ല. എല്ലാവരും LDF-ൽ സുരക്ഷിതരാണ്. അത്രേ ഇപ്പം നടക്കാനുള്ള സാധ്യതയുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്ന മുറക്ക് ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷികൾ തമ്മിൽ ചർച്ച നടത്തും, മുന്നണി ചേർന്ന് ചർച്ച നടത്തും. അങ്ങനെ ഓരോ ഘടകകക്ഷികളും തമ്മിൽ ഉള്ള ചർച്ചകൾ നടത്തിയതിനെ സംബന്ധിച്ചുള്ള തീരുമാനം LDF കൈക്കൊള്ളും. LDF-ലെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതിനു ശേഷമായിരിക്കും CPM-ന് അനുവദിച്ച് കിട്ടുന്ന സീറ്റുകളിൽ ഏതെല്ലാം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കേണ്ടത് എന്ന് പാർട്ടി തീരുമാനം എടുക്കും.